സ്വാമി സ്വാമി സ്വാമി, ഞങ്ങൾ ഇന്നലെ ആശ്രമത്തിൽ വന്നിരുന്നു. സ്വാമിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എന്താണ് മക്കളെ കാര്യം? സ്വാമി, ഞങ്ങള് ചെറിയ കുട്ടികളാണ്. നേരത്തെ ഈ ആശ്രമത്തിൽ ഞങ്ങൾ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ അമ്മയില്ല. എന്താണ് മക്കളെ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് ദേവിയെ ഒന്ന് കാണണം. നവരാത്രി അല്ലേ? കാണാമല്ലോ. മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാമി നിറവേറ്റി തരാം. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിവ്യരൂപത്തിലല്ല, സാധാരണ ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ. എങ്കിലും ഒരു ലക്ഷണം വെച്ച് നിങ്ങൾക്ക് ദേവിയെ തിരിച്ചറിയാൻ പറ്റും. ദേവിയുടെ വലതുകാലിന്റെ പെരുവിരലിൽ ഒരു കാക്കാപ്പുള്ളി ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് ദേവിയെ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ അത് മതി സ്വാമി. നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. എത്ര നേരമായി? അവര് വരുമ്പോ വരട്ടെ. ഇന്ന് വരാത്തത് ഷീല, റീന, വസന്ത. ഇവര് വന്നിട്ടില്ല കേട്ടോ. ഒന്ന് അല്ല, അവരെല്ലാരും നമുക്ക് കുറിപ്പൈസ തന്നാ? റീന പൈസ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ കുട്ടി കാണിക്കണേ? അതെ, ഞാൻ വന്നപ്പോഴേ എന്റെ കാലം നോക്കി ഈ കുട്ടി. ബാമ, എന്ത് പറ്റി നിന്റെ മോൾക്ക്? ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ കാലം നോക്കി, ഷീജയുടെ കാലം നോക്കി, മരുമകളുടെ കാലത്ത് നോക്കിയില്ല. എന്താ പറ്റി നിന്റെ മോൾക്ക്? എന്താണെന്ന് അറിയില്ല ചേച്ചിയെ. എന്ത് കീർത്താണാവാൻ കൊച്ചിന് പറ്റിയത്? നമുക്ക് അമ്പലത്തിൽ പോയാ ദേവിയെ കാണാൻ പറ്റുമോ? ദേവിനെ കാണാനല്ലേ അമ്പലത്തിൽ പോണേ? അമ്പലത്തിൽ പോയാലും ഞങ്ങൾക്ക് ദേവിനെ കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് നേരിട്ട് കാണണം. നിന്നോടാരാ പറഞ്ഞ അമ്പലത്തിൽ പോയ ദേവിനെ കാണാൻ പറ്റില്ല? ദേവിനെ കാണാനും തൊഴാനും പോണത്. എന്താ മിണ്ടാണ്ടിരിക്കണ്? എന്റെ അടുത്തേക്ക് ഒന്ന് വരൂ, എനിക്ക് കാണാൻ. എനിക്ക് ദേവിയെ കാണാൻ കൊതിയാവണം. വേഗം കഴിക്ക്, എന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോവാൻ. എന്താ മോളെ നീ കാട്ടിയത്? സോറി അമ്മ. കുറുമ്പ് കാണിക്കരുത് ഇനി. ദേവിയുടെ വലതുകാലിന്റെ പെരുവിരലിൽ ഒരു കാക്കാപ്പുള്ളി ഉണ്ട്. അമ്മ അമ്മ ദേവി, അമ്മ ദേവി, അമ്മ. എന്തിനാ അമ്മയുള്ള കാര്യമാണ്? അവള് ദൈവത്തെ കണ്ടു. അവള് തേടി നടന്ന ദൈവത്തെ അവള് കണ്ടു. അമ്മയിൽ ആദ്യമായി അവള് നമ്മുടെ ദൈവത്തെ കണ്ടു. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ? അമ്മയാണ് ദൈവം.